കണ്ണാടിയിലേക്ക് വീണ്ടും സ്വാഗതം. കോട്ടയം ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന VK കുര്യനെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം വേണ്ട വിധ ക്രിയകൾ നടത്തിയില്ല എന്ന് പള്ളിക്കാർക്കെതിരെ പണ്ടേ വാദമുണ്ടായിരുന്നു. കുര്യന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഈ പ്രശ്നത്തിൽ കോടതിയെ സമീപിച്ചു. നഷ്ടപരിഹാരം തേടി. കുര്യന്റെ കുടുംബാംഗങ്ങൾക്ക് പാലാടക്കം കുറവിലങ്ങാടി പള്ളി വികാരി 2.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന പാലാ സബ് കോടതി ഈയിടെ വിധിയായി. ഇതേക്കുറിച്ച് ഞങ്ങളുടെ കോട്ടാണ് നാടിയുടെ ആദ്യമായി. ജീവിച്ചിരുന്നപ്പോൾ സമൂഹത്തിന് പ്രിയങ്കരനായ രാഷ്ട്രീയ നേതാവായിരുന്നു VK കുര്യൻ. കോൺഗ്രസ് ഭരണത്തിലെ സമകാലീനരായ നിരവധി നേതാക്കൾ അഹങ്കാരികളും അഴിമതിക്കാരുമായി മാറിയപ്പോൾ നിറം മങ്ങാത്ത ഒരു പ്രാദേശിക നേതാവായി കുര്യൻ ജീവിച്ചു. കുര്യൻ വിശ്വാസിയായിരുന്നു. തന്റെ വിശ്വാസ ജീവിതത്തിനിടയിൽ എവിടെയോ കുര്യൻ സ്വദേശത്തെ സഭാ മേധാവികൾക്ക് അപ്രിയനായി. സേവാദൾ സംസ്ഥാന പ്രസിഡന്റ്, കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ്, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം, ജില്ലാ സഹകരണ ബാങ്ക് അധ്യക്ഷൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച VK കുര്യൻ 96 ജനുവരി 29-നാണ് മരിച്ചത്, 67-ാം വയസ്സിൽ. 2.5 കൊല്ലം മുമ്പ് VK കുര്യൻ യാത്ര പറഞ്ഞപ്പോൾ ഈശ്വര സാന്നിധ്യത്തിലേക്കുള്ള സ്വകയാത്രയെന്ന് വിശ്വസിക്കുന്ന ബന്ധുക്കളും വേർപാടിന്റെ ദുഃഖത്തിൽ വിഷമിച്ചു. വിശ്വാസികളായ ഒരു ക്രിസ്തീയ കുടുംബത്തിലെ അംഗങ്ങൾ താമസിയാതെ അറിഞ്ഞു കത്തോലിക്ക സഭാ പ്രതിനിധികൾ കുര്യന്റെ അന്ത്യയാത്രയിൽ സഹകരിക്കുകയോ സ്വർഗയാത്രയിലേക്കുള്ള കർമ്മങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യില്ലെന്ന്. സഭ അനുശാസിക്കുന്ന എല്ലാ കൂതാശകളും ചെയ്ത് നല്ല ക്രിസ്ത്യാനിയായി ജീവിച്ച കുര്യനെതിരെ ജീവിച്ച കാലത്ത് ശാസനയൊന്നും ഉണ്ടായിട്ടില്ല. സഭയിൽ വലിയ ചരിത്രമുള്ള കുറവിലങ്ങാട് ഇടവകയിൽപ്പെട്ട കുര്യന്റെ മരണ ശുശ്രൂഷകൾ പെട്ടെന്ന് ചോദ്യചിഹ്നമായി. കുറവിലങ്ങാട് പള്ളി വികാരിയായിരുന്ന ഫാദർ ജോർജ് ചുളങ്ങാട്ടിൽ ഔദ്യോഗിക ശവസംസ്കാരം നിഷേധിച്ചു. പാലാ മെത്രാന് നൽകിയ അപ്പീലും ഫലവത്തായില്ല. കുര്യന്റെ മക്കൾ അപ്പന്റെ അന്ത്യക്രിയകൾ മതമര്യാദകളിൽ നടത്താൻ ഓടി നടന്നു. കുറവിലങ്ങാട്ടെ കുഞ്ഞാടുകൾക്കിടയിൽ ധാരാളം സ്നേഹം സമ്പാദിച്ച വ്യക്തിയായിരുന്നു കുര്യൻ. കത്തോലിക്ക സഭ അധികൃതർ ഈ കർമ്മം ഏറ്റെടുത്തില്ലെങ്കിൽ അതിന് തങ്ങൾ വഴിയൊരുക്കുമെന്ന പ്രതിജ്ഞയുമായി വിശ്വാസികളായ നിരവധി പേർ കുര്യന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തു. കുര്യന്റെ അമ്മ അന്നയും ഭാര്യ ത്രേസ്യാമ്മയും മക്കൾ സിറിയക്കും ജോർജും ജോസും സ്ഥലവാസികളുടെ സ്നേഹവായ്പിലൂടെ യാത്രാമൊഴി ചൊല്ലുകയായിരുന്നു. ആയിരങ്ങളുടെ അകമ്പടികളേറ്റ് അന്ത്യയാത്ര നടത്തിയ കുര്യൻ എങ്ങനെ സഭയ്ക്ക് അപ്രിയനായി എന്ന് വ്യക്തമല്ല. പള്ളിയിലെ അടക്ക് തന്നെ പറ്റില്ലെന്നായിരുന്നു ആദ്യത്തെ നിലപാട്. കുര്യനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കൂടിയ ആയിരങ്ങൾക്ക് മുമ്പിൽ ഒടുവിൽ അത് അനുവദിക്കേണ്ടി വന്നു. കുര്യന്റെ വീട് മുതൽ അടക്ക് വരെ പള്ളിയുടെ ഔപചാരിക സഹകരണം ഉണ്ടായില്ല. കർമ്മങ്ങൾ ജോസഫ് പുലിക്കുന്നേലും വിശ്വാസികളായ മറ്റു നാട്ടുകാരും ഏറ്റെടുക്കുകയായിരുന്നു. ഈശ്വരനോട് അനീതി കാട്ടി മരിച്ച കുര്യനോട് മനുഷ്യപുത്രൻ സൃഷ്ടിച്ച സഭയിലെ അംഗങ്ങൾ അനീതി കാട്ടി എന്ന വേദനയോടെയായിരുന്നു കുടുംബാംഗങ്ങൾ ഉമ്മ വെച്ച് ഇട പറഞ്ഞത്. ആ വേദനയ്ക്ക് അവർ സിവിൽ കോടതിയിൽ പരിഹാരം തേടി. മാനസിക വേദനയ്ക്കും മാനനഷ്ടത്തിനും 2.25 ലക്ഷം രൂപ നഷ്ടപരിഹാരം തേടി കോടതിയെ സമീപിക്കാൻ കുടുംബാംഗങ്ങൾ കൂട്ടായി തീരുമാനിച്ചു. അവിശ്വാസിയായി സഭാ നടപടികളെ ധിക്കരിച്ച് ജീവിച്ച നിഷേധിയായിരുന്നില്ല കുര്യൻ. ആ ചിന്ത തന്നെ മനഃശാന്തിക്കായി ഒരു നിവൃത്തിക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ കേസിന് തുടക്കമിട്ടു. പാലാ രൂപതയിലെ വിവിധ സ്കൂളുകളിൽ 25 കൊല്ലം അധ്യാപകനായിരുന്ന കുര്യൻ ക്രിസ്തീയ ജീവിതം നയിച്ചിരുന്നില്ല എന്നായിരുന്നു വാദം. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ സഭാംഗമെന്ന നിലയിൽ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടായിരുന്ന അധികൃതർ എന്തുകൊണ്ട് വിമുഖരായി? മരണശേഷമുള്ള ശുശ്രൂഷകൾ എന്നി നിഷേധിച്ചു? ഏത് കാനൻ നിയമങ്ങളാണ് ഈ തീരുമാനത്തിന് പിന്നിൽ പ്രശ്നം എന്നീ ചോദ്യങ്ങളുമായാണ് കുടുംബാംഗങ്ങൾ പാലാ സബ് കോടതിയെ സമീപിച്ചത്. പള്ളി, ഇടവകയും പുരോഹിതരും വിശ്വാസികളും തമ്മിലുള്ള പരമാധികാരം സഭയ്ക്കാണ് എന്ന് സമ്മതിക്കുമ്പോഴും ആ സഭ പരിപാലിക്കുന്ന നിയമങ്ങളിന്മേൽ ആ നിയമങ്ങൾ അനുസരിച്ച് തന്നെ വിധി പറയാൻ കോടതി തയ്യാറായി. കേസിലൂടെ നീതി തേടുന്ന നഷ്ടമല്ല കുര്യന്റെ വിധവയ്ക്ക്. ആ നഷ്ടം പരിഹരിക്കാവുന്നതുമല്ല. ഭർത്താവ് വിശ്വാസങ്ങളെ പ്രചരിപ്പിച്ച് ജീവിതം നയിച്ചതോർക്കുമ്പോഴാണ് ത്രേസ്യാമ്മയ്ക്ക് ദുഃഖം. നേരത്തെ ഇതിനൊക്കെ ആയിട്ട് നടന്ന ഒരാളായിരുന്നല്ലോ, എന്നാലും നയപ്പോഴല്ലേ പോകാമായിരുന്നുള്ളൂ. അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. മരിച്ചുവരും അറിയിക്കാൻ ചെന്നപ്പോൾ വിചാരിച്ചും പറഞ്ഞു ഈ പള്ളിയുടെ പുറകിലെ
തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞൊരു കുഴിയുണ്ട്. പണ്ടൊക്കെ തെമ്മാടിക്കുഴി എന്ന് പറയുമായിരുന്നു. ഇപ്പോഴത് അങ്ങനെയൊന്നുമില്ല. അപ്പം അടക്കാനാണെങ്കിൽ അവിടെ കൊണ്ട് അടക്കിക്കൂ, അല്ലാതെ വേറെ മരിച്ചവർക്കൊന്നും ഇവിടുന്ന് തരാൻ പറ്റത്തില്ല എന്ന് അച്ഛന് ആദ്യം റെസ്പോണ്ട് ചെയ്തത്. അത് പലവിധത്തിൽ അച്ഛനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നടന്നില്ല. അവസാനം ബിഷപ്പിന്റെ അടുത്ത് പരാതിയായിട്ട് പോയി. ബിഷപ്പിന്റെ അടുത്ത് തിങ്കളാഴ്ച രാവിലെ മരിച്ച് ചൊവ്വാഴ്ച മരിച്ചവരൊക്കെ 4 മണിക്ക് വെച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് ഒരു 1 മണിയായപ്പം ഞാൻ ഉൾപ്പെടെ ഇവിടുന്ന് പലരും പോയി ബിഷപ്പിനെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ്. പള്ളിയിൽ പോകുന്നില്ല, കുമ്പസാരിക്കുന്നില്ല, അതുകൊണ്ടാണ് വികാരിച്ചെങ്കിൽ തീരുമാനം എടുത്തതെന്ന് ബിഷപ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യാണ്. ഞാൻ ആഴ്ചയിലൊരു 3 ദിവസത്തോളം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പലതവണ പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കാൻ പോകുന്നുണ്ട്. പള്ളിയിലെ പാളയംപള്ളി സ്ഥിരം വന്ന് കയറും ഞാൻ കാണാറുണ്ട് രാവിലെ സമയങ്ങളിൽ. അപ്പോൾ ഈ മരിക്കുന്നതിന് തലവൊന്നും മുഴുവൻ കുർബാന കാണുകയും ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പള്ളിയിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. അന്നിന്റെ വ്യത്യാസം വെളുപ്പിനാണ് മരിക്കുന്നത്. സഭാ അധികാരികൾക്ക് നിയമപരമായി ഒരു അംഗത്തിന് അവകാശമുള്ള കാനൂനികമായിട്ടുള്ള റൈറ്റ്സ് അവരോട് അതിനുള്ള സമാധാനം ചോദിച്ച് അവരുടെ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കാതെ നിഷേധിക്കാമോ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ അവകാശമില്ല എന്നാണ് കോടതി ഇപ്പോൾ ഈ വിധി മൂലം കണ്ടിരിക്കുന്നത്. കാനോൻ നിയമം അനുസരിച്ചും ഏതൊരംഗത്തിന്റെ ഒരു മൗലിക അവകാശമാണ് എക്ലിസിയാസ്റ്റിക്കൽ ബറിയൽ. അത് കാനൻ 875 കാനനിൽ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 877 നമ്പർ കാനൻ നിയമത്തിൽ പറയുന്നത് അങ്ങനെയുള്ള ഒരു മരിച്ചവരുടെ ഒരു സിന്നർക്കും കാൻഡ്ലെസ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാൾക്കും അവസാനം അതിനെപ്പറ്റി പശ്ചാത്തപിക്കാത്ത ആളിനും അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സിന്നറോ ഒരു സ്കാൻഡലസ് ലൈഫ് ലീഡ് ചെയ്യുന്ന ആളോ ഇതിനെപ്പറ്റി പശ്ചാത്തപിക്കാത്ത ആളാണോ എന്ന് നിശ്ചയിക്കുന്നതിനുള്ള അധികാരം ആ ആളിന് നേരത്തെ മരിക്കുന്നതിന് മുമ്പ് നോട്ടീസ് കൊടുത്ത് നിങ്ങൾ ഈ രീതിയിലുള്ള നയിക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എക്ലിസിയാസ്റ്റിക് ബറിയൽ തരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, സഭയുടെ മറ്റു പ്രിവിലേജസും നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് കാണിച്ച് നോട്ടീസ് അയച്ച് അദ്ദേഹത്തിനോട് അതിന്റെ എക്സ്പ്ലനേഷൻ വാങ്ങി അതിനെപ്പറ്റി വിചാരണ ചെയ്ത് തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന് കാനോൻ നിയമം അനുസരിച്ച് മെത്രാപ്പൊലീത്താരുടെ അടുക്കലും ഹയർ അതോറിറ്റീസിന് അടുക്കലും അപ്പീൽ കൊടുക്കുകയും അവസാന തീരുമാനം അനുസരിച്ച് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മിസ്റ്റർ കുര്യന്റെ കേസിൽ ഇങ്ങനെ യാതൊരു നടപടി എടുക്കാതെ അദ്ദേഹം മരിച്ച് അന്ന് രാവിലെ പുറയാപ്പള്ളിയിലെ കുറവലങ്ങ വികാരി എന്നിപ്പോൾ നിങ്ങൾക്ക് മരിച്ചെടുക്കാൻ സാധ്യമല്ല എന്ന് തീർത്ത് പറയുകയാണ് ഇത്. അതിന് കാരണം എന്താണെന്ന് പോലും വെളിവാക്കാൻ അദ്ദേഹം തയ്യാറില്ല എന്നാണ് മിസ്റ്റർ കുര്യന്റെ വീട്ടുകാർ പറയുന്നത്. ഒരു കുടുംബത്തിന് നീതി കിട്ടി എന്ന നിലയിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ അതിലേറെ ദുഃഖവുമുണ്ട്. കാരണം നിങ്ങളുടെ നീതി നിയമജ്ഞന്മാരുടെ നീതിയേക്കാൾ വലുതാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്കുണ്ടായിരിക്കില്ല എന്ന് ഉപദേശിച്ച ക്രിസ്തുവിന്റെ പ്രതിനിധികളെ നീതിമാർഗത്തിൽ നടത്തുന്നതിന് നിയമജ്ഞന്മാർ വേണ്ടി വന്നു എന്നുള്ള ഒരു ദുഃഖകരമായ അവസ്ഥയാണ് ഇന്ന് സഭയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരാൾ പാപിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ ആർക്കാ അവകാശം? മെത്രാൻ പാപിയല്ലേ? അച്ഛൻ പാപിയല്ലേ? കത്തോലിക്ക ദൈവശാസ്ത്രം അനുസരിച്ച് അമ്മയ്ക്ക് പിറന്നിട്ടുള്ള എല്ലാ പുരുഷനും ക്രിസ്തു ഒഴിച്ച് പാപികളായിരുന്നു. അങ്ങനെ ഇരിക്കെ മരിച്ചതിന് ശേഷം പാപിയാണെന്ന് പ്രഖ്യാപിച്ച് തന്റെ പൂർവ്വ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് VK കുര്യന് മരിച്ചടക്കം നിഷേധിച്ചു. ഇദ്ദേഹം എവിടെയായിരുന്നു? VK കുര്യൻ ജീവിച്ചിരുന്നപ്പോൾ എവിടെയായിരുന്നു? ചോദിക്കട്ടെ, പള്ളിയിൽ പോകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയുമോ? എല്ലാ ആണ്ടിലും വികാരിയോട് കുമ്പസാരിക്കണമെന്നൊരു നിയമം 1215 ഇറ്റലിയിലെ ലാറ്ററിൽ നടന്ന ഒരു സുനഹദോസിൽ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതനുസരിച്ച് കുര്യൻ പ്രവർത്തിച്ചിട്ടില്ലെന്നുമാണ്. 1215 അതിന്റെ തന്നെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒരു പതിപ്പ് ഇവിടെ ഇല്ല. മെത്രാനച്ചൻ അത് ഈ അടുത്തയിട ഈ കേസിന് വേണ്ടി ലത്തീനിൽ നിന്നും തർജ്ജമ ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. കയ്യാഭാസന്മാരുടെ തലമുറ അവസാനിച്ചിട്ടില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത്. ശ്രീ VK കുര്യന് സഭാത്മക ജീവിതം ഇല്ലായിരുന്നല്ലോ. കാരണം
ഇദ്ദേഹം 6 വർഷങ്ങൾ ഇപ്പോഴത്തെ വികാരി അവിടെ ഉണ്ടായിരുന്നു. അതിന് മുൻപത്തെ വികാരിമാരുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഒന്നും അദ്ദേഹം പള്ളിയുടെ സഭാപരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ ചേർന്നിരുന്നില്ല. കൗലാസിക ജീവിതം നയിക്കുന്നതായിട്ടുള്ള ബോധ്യമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു അറിവില്ലാതിരിക്കെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സഭാത്മക ജീവിതം ഇല്ലാതിരിക്കെ ഒരു വ്യക്തി സമൂഹത്തിൽ സ്ഥാനം ഉണ്ട് എന്നതിൻ്റെ പേരിൽ സഭാത്മക ഒരു മരിച്ചടക്ക് കൊടുക്കുക അത് ബുദ്ധിമുട്ടാണ്, സാധിക്കുകയില്ല. ഇത് ഒരു ശിക്ഷയല്ലല്ലോ, ഒരു ശിക്ഷയായിട്ട് കൊടുക്കുന്നതല്ല. ഇതേ സംബന്ധിച്ച് ഒറ്റയ്ക്കൊരു കാര്യമേ പറയുവാനായിട്ടുള്ളൂ. ഇതിന് അർഹതയുള്ളവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു കാര്യമാണ് സഭാപരമായിട്ടുള്ള മരിച്ചടക്ക്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന് അർഹതയില്ല എന്ന് പരിപൂർണ ബോധ്യം വികാരിക്കുള്ളപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഒരു നിലപാടെടുക്കുക സാധിക്കില്ല. കാരണം ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധമോ ഒന്നുമില്ല. എല്ലാ മനുഷ്യരെയും ശരിക്കും ഒരു വികാരി അറിയുന്നുണ്ട്. ആ ഉത്തമ ബോധ്യത്തിൽ ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനം അത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. അതൊരു ശിക്ഷയല്ല. പാപികളുടെ ശിക്ഷയെല്ലാം മുൾക്കിരീടമണിഞ്ഞ് ഏറ്റുവാങ്ങിയവൻ സ്ഥാപിച്ച മഹൽ സഭയെ ഈ വിവാദവും വിധിയും കളങ്കപ്പെടുത്തില്ല. മൺതരികളിലല്ല, പാറകളിൽ സ്ഥാപിച്ച സഭയാണിത്. ആര് ശിക്ഷിക്കുന്നു, ശിക്ഷ വാങ്ങുന്നവൻ ആര് എന്നെല്ലാം ഈ ലോകത്തിലല്ല തീരുമാനിക്കപ്പെടുന്നത് എന്ന സന്ദേശവും നിലനിൽക്കുന്നു. നമസ്കാരം. പ്രധാന വാർത്തകൾ. സമിതി നിലവിലില്ലാത്ത സമയങ്ങളിൽ ബന്ധപ്പെട്ട സെക്രട്ടറിമാർക്ക് ഇതിന് അധികാരമുണ്ടാകും. സഭാപരമായ ശവസംസ്കാരം പള്ളി സെമിത്തേരിയിൽ അനുവദിക്കാത്തതിൽ VK കുര്യന്റെ ബന്ധുക്കൾ നൽകിയ ഹർജിയിൽ പാലാ അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ചു. ഒരു റിപ്പോർട്ട്. ഔദ്യോഗികമായ സഭാ ചടങ്ങുകളില്ലാതെ മുൻ KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും പൊതുപ്രവർത്തകനുമായിരുന്ന VK കുര്യന്റെ മൃതശരീരം 1996 ജനുവരി 29 കുറുവിലങ്ങാട് പള്ളിയിൽ സംസ്കരിച്ചത്. മതപരമായ ചടങ്ങുകൾ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് കോടതിയിലെത്തിയ കുടുംബാംഗങ്ങൾക്ക് വിധി അനുകൂലമാവുകയായിരുന്നു. അന്ത്യവാസ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് അന്ത്യവാസ കൊടുക്കുന്ന സ്വീകരിക്കുന്നതോടുകൂടി എന്തെങ്കിലും ഭാഗങ്ങളുണ്ട് കംപ്ലീറ്റ് അപ്പോൾ പുറത്തുനിന്നൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ വെറും ബിഷപ്പിന്റെ അടുത്തും വികാരത്തിന്റെ അടുത്തും പറഞ്ഞിരുന്നത്. എന്നിട്ട് അവർ ഇത് അനുവദിക്കാൻ തയ്യാറായത് വ്യക്തിവിരോധം കൊണ്ട് മാത്രം ചെയ്ത കാര്യമാണ്. ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും പള്ളിക്കുറ്റങ്ങൾക്ക് വിധേയനാകാത്ത കുര്യനെതിരെ ഇത്തരമൊരു നടപടി സ്വീകരിച്ച അന്നത്തെ പള്ളി വികാരി ജോർജ് മുളങ്ങാടും പാലാ മെത്രാൻ ജോസഫ് പള്ളിക്കപ്പറമ്പിലും ചേർന്ന് 2.25 ലക്ഷം രൂപ നൽകുവാനാണ് വിധി. ഇന്ത്യയിൽ തന്നെ ഒരു കത്തോലിക്ക ബിഷപ്പിനെതിരെ ഇത്തരമൊരു വിധി ഉയരുന്നത് ഇതാദ്യമാണ്. ഇന്നലെ വരെ കത്തോലിക്ക സഭയിലെ കൂടാശകള് ഇത് വൈദികര് കൊടുക്കുന്നതാണ്, ജനങ്ങൾ മേടിക്കുന്നതാണ് എന്നല്ലാതെ ഇത് ഒരു വിശ്വാസിയുടെ അവകാശമാണ് എന്ന് ആരും കണ്ടിരുന്നില്ല. ഈ വിധിയിലൂടെ പള്ളിയിൽ വിശ്വാസികൾക്ക് ചില അവകാശങ്ങളുണ്ടെന്നും ആ അവകാശങ്ങൾ നിഷേധിക്കുന്നത് കുറ്റകരമാണെന്നും ആണ് ഈ വിധി. കുര്യന്റെ സംഭവം സൃഷ്ടിച്ച പ്രത്യേക കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ബിഷപ്പ് രാജിവെക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സൂര്യ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്ന് രാജു ആനിക്കാട്. പോലീസിന് ആരോഗ്യ